ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു കുഞ്ഞിൻ്റെ നെയിമിങ് സെറമണിക്ക് വേണ്ടി കസ്റ്റമർ തന്നിട്ടുള്ളൊരു വർക്കാണ്. 2 ഉടുപ്പുകളാണ് തയ്ക്കുന്നത്. കസ്റ്റമർ ചെസ്റ്റിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ ഫ്രോക്കിൻ്റെ ലെങ്തും ഒക്കെ തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഞാനൊരു നോട്ടിൽ നോക്കി ബാക്കി മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം മെയിൻ ക്ലോത്ത് എടുത്തിട്ട് ആദ്യമേ തന്നെ സ്കേർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. 2 ഉടുപ്പ് ചെയ്യുന്നത് കൊണ്ട് അറ്റ് എ ടൈമിൽ തന്നെ 2 ഉടുപ്പിനുള്ള സ്കേർട്ട് പോർഷൻ മെഷർമെൻറ്റ് എടുത്തിട്ട് ഞാൻ ആദ്യമേ കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം ബാലൻസ് നിൽക്കുന്ന മെറ്റീരിയലിൽ നിന്നാണ് ബാക്കി പോർഷനൊക്കെ കട്ട് ചെയ്യുന്നത്. അതായത് ഫ്രോക്കിൻ്റെ യോക്കും അതുപോലെ തന്നെ സ്ലീവും മറ്റ് കട്ട് പീസുകളും എല്ലാം. യോക്ക് കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ലൈനിങ് പീസിൽ നിന്നാണ് നമ്മൾ ആദ്യമേ കട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമേ യോക്ക് പോർഷനുള്ള ലൈനിങ് കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം സ്കേർട്ട് പോർഷനുള്ള ലൈനിങ് ഞാൻ മാറ്റി വെച്ചു. അത് പിന്നീട് കട്ട് ചെയ്തെടുക്കാം. ആദ്യമേ യോക്ക് പോർഷനുള്ള ലൈനിങ്ങിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് മെഷർമെൻറ്റ് എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. ന്യൂസ് പേപ്പറിൽ ഞാൻ നെക്കും ഷോൾഡറും ആം ഹോളും എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഫ്രോക്ക് തയ്ക്കുന്നത് കൊണ്ടാണ് 2 ന്യൂസ് പേപ്പർ എടുത്തിട്ടുള്ളത്. അതിൽ ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റുകളെല്ലാം എടുത്ത് മാർക്ക് ചെയ്തു. കസ്റ്റമർ പറഞ്ഞതനുസരിച്ച് തന്നിരിക്കുന്ന പിക്ചറിൽ നിന്ന് ഇതിലൂടെ യോക്ക് ഇറക്കി ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതനുസരിച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്കേർട്ടിലുള്ള ലൈനിങ് പോർഷനും കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ യോക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. യോക്ക് 2ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പർ പീസ് അതിൻ്റെ മുകളിൽ വെച്ച് മെഷർമെൻറ്റുകളൊക്കെ കറക്റ്റാണോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത്. കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് യോക്കൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം യോക്കിൻ്റെ ലെങ്തും എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് ഉടുപ്പിൻ്റെ പുറകിൽ കെട്ടുന്ന വള്ളിയാണ്. ചെറിയ ചെറിയ പീസുകളൊക്കെ ഫസ്റ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ ഉടുപ്പിൻ്റെ വള്ളിയെല്ലാം കട്ട് ചെയ്തെടുത്ത് അത് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചിടാൻ വേണ്ടി ഞാനൊരു കമ്പിയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം സ്ലീവ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ സ്ലീവ് പോലെയല്ല, ഷോൾഡറും സ്ലീവും ഒന്നിച്ചാണ് ഇതിൻ്റേത്. സെപ്പറേറ്റ് ഷോൾഡറിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഷോൾഡറും സ്ലീവും ഒറ്റ പീസിലാണ് വരുന്നത്. സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം യോക്കിൽ അത് പിന്ന് വെച്ച് സേഫ്റ്റി ചെയ്തതിന് ശേഷമാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. യോക്കിലേക്ക് പിന്ന് വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. കോർണറൊക്കെ വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ചെറിയ ചെറിയ കട്ടുകളൊക്കെ കൊടുത്തിട്ട് യോക്ക് തിരിച്ചിടുമ്പോൾ ഇതുപോലെ ഇരിക്കും. അതിനുശേഷം ബാക്കിൽ നമ്മൾ കൊളുത്ത് വെക്കുന്നത്, അതായത് സിബാണോ കൊളുത്താണോ ഹുക്കാണോ വെക്കുന്നത്, അത് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ പ്രസ് ബട്ടനാണ് വെക്കുന്നത്. പ്രസ് ബട്ടൺ എടുത്തിട്ട് ഞാൻ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രസ് ബട്ടനൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം അടിച്ചു വെച്ചിട്ടുള്ള ലൈനിങ്ങും അതുപോലെ തന്നെ സ്കേർട്ട് പോർഷന് പ്ലീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ യോക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് ലോക്ക് ചെയ്തതിന് ശേഷം ഫ്രണ്ടിൽ നിന്ന് പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ ഉടുപ്പിൻ്റെ 2 വശവും അടിച്ചെടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ബാക്കിൽ വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി മെഷർമെൻറ്റ് എടുത്ത് മാർക്ക് ചെയ്തു. എന്നിട്ട്
ഫ്രോക്കിൻ്റെ എൻഡും അടിച്ചതിന് ശേഷം ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ബാക്കി ഫ്രോക്കിൻ്റെ വർക്കും കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.